മലേഷ്യക്കാരിയാണെന്നും ശ്രുതിക്ക് മലേഷ്യയിൽ നിന്ന് വന്ന് അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുമെന്നും കരുതിയിട്ട് ചന്ദ്രമതി മോളെ ശ്രുതി ഇങ്ങോട്ട് വന്നേ, ഇതാരാ വന്നേക്കണമെന്ന് നോക്കിയേ, നിന്റെ നാട്ടുകാരാ വന്നേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ വിളിക്കുകയാണ്. പക്ഷേ ശ്രുതി ഇവരെ കണ്ടിട്ട് ആകെ പേടിച്ച് പകച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ശ്രുതിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ അത് അബദ്ധമാവോ നുണയാണെന്ന് അവർക്ക് മനസ്സിലാവോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ശ്രുതിക്ക്. അപ്പോൾ ശ്രുതി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ആലോചിക്കുന്നത്. ചന്ദ്രമതി വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ശ്രുതി മോളെ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട്. പക്ഷേ ശ്രുതി താഴത്തേക്ക് വരുന്നില്ല. ലാസ്റ്റ് ചന്ദ്രമതി പറയുന്നുണ്ട്, അവൾ കുളിക്കുകയായിരിക്കും, ഭയങ്കര വൃത്തിക്കാരി, ഞാൻ അവിടെ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, മിണ്ടിയാലല്ലേ പ്രശ്നമുള്ളൂ, മിണ്ടാതിരുന്ന പ്രശ്നമില്ലല്ലോ. അപ്പം എന്തായാലും എന്തെങ്കിലും മിണ്ടിയാലല്ലേ അവരോട് എന്തെങ്കിലും പറയണമെന്ന് വെച്ചാൽ ശ്രുതി പല്ലുവേദന അഭിനയിച്ചിട്ട് കോണിപ്പടി ഇറങ്ങിയിട്ട് താഴത്തേക്ക് വരുമ്പോൾ ചന്ദ്രമതി വന്നിട്ട്, എത്ര നേരമായി നിന്നെ വിളിക്കുന്നു, വാ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ശ്രുതിനെ കൂട്ടിയിട്ട് അവരുടെ അടുത്തേക്ക് പോവാണ്. അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ശ്രുതി ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്, പല്ല് വേദനിച്ചിട്ട് വയ്യ എന്നുള്ള ആക്ഷൻ കാണിക്കുന്നത്. പക്ഷെ മനസ്സിലാവില്ല, മോളെ ഇത് നിന്റെ നാട്ടുകാരെ വന്നേക്കണ. അപ്പോൾ അവർ പറയും, ശ്രുതി ഞങ്ങൾ മലേഷ്യയിലെ, ശ്രുതിയുടെ അച്ഛൻ വലിയ ബിസിനസ്സാന്നല്ലേ പറഞ്ഞത്, എന്താ പേര്, ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ശ്രുതി ഞാൻ വലിയ ബിസിനസ്സുകാരനാണ്, എനിക്ക് കുറേ ബിസിനസ്സുകാരായിട്ട് കോൺടാക്റ്റ് ഉണ്ട്, ശ്രുതിയുടെ അച്ഛൻ്റെ പേരെന്താ, എന്ത് ബിസിനസ്സാണ് നടത്തണേ, എന്താണെങ്കിലും പറഞ്ഞോളൂ, എനിക്കറിയായിരിക്കും, ചിലപ്പോൾ അവിടെയുള്ള ഒട്ടുമിക്ക ബിസിനസ്സുകാരായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് എന്നൊക്കെ പറയണം. പക്ഷേ ശ്രുതി ഇങ്ങനെ ആക്ഷൻ കാണിക്കണം, പല്ല് വേദനിച്ചിട്ട് വയ്യ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ആക്ഷൻ കാണിക്കണം. അപ്പോൾ സച്ചി രേവതിയും പെട്ടെന്ന് നോക്കണം, എന്താ ഇപ്പോൾ ശ്രുതിക്ക് പെട്ടെന്ന് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ കാണിക്കുന്നുണ്ട് പല്ല് വേദന. എന്താ ശ്രുതി, ആരെങ്കിലും നിന്നെ അടിച്ചോ ചോദിക്കുന്നുണ്ട്. ഏയ് ഇല്ല പറയണ്ട, ഏടത്തേക്ക് ഇപ്പം എന്താ പറ്റി, ഇത്ര നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പറയുന്നുണ്ട് ശ്രീകാന്ത്. ശ്രുതി ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്ക് പറ്റി, എന്താ വയ്യ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിയും വയ്യ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുക, എന്താ മോളെ നിനക്ക് പല്ലുവേദനയാണ്. അപ്പോൾ ശ്രുതി അതേ എന്നുള്ള ഭാവത്തിൽ കാണിക്കുന്നുണ്ട്. അയ്യോ പാവം പല്ലുവേദനയാണെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് പല്ല് വെച്ചിട്ട് എന്നെ ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാനുള്ള ഇതാണ്. അപ്പോൾ സച്ചി രേവതിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ശ്രുതിയുടെ കള്ളത്തരം. അപ്പോൾ സച്ചി പറയാം, ഇപ്പോൾ ഏട്ടത്തി വർത്താനം പറഞ്ഞല്ലോ, പറലേട്ടത്തി വർത്താനം പറഞ്ഞല്ലോ, ഇതുപോലെ തന്നെ അങ്ങോട്ട് വർത്താനം പറഞ്ഞാൽ മതി പറയുമ്പോൾ, അയ്യോ എനിക്ക് വയ്യ എന്നുള്ള ഭാഗത്തിൽ ഇങ്ങനെ ആക്ഷൻ കാണിക്കാൻ. അപ്പോൾ ചന്ദ്രമതിയോട് പറയണം, ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് വരാൻ പറയുമ്പോൾ ചന്ദ്രമതി പറയണം, എന്നാൽ ഞാനും വരാം, ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയും, വേണ്ട ഞാൻ പൊക്കോളാന്ന് പറയണം. അപ്പോൾ ചന്ദ്രമതി പറയും, എന്നാൽ ശരി വർഷ നീയും കൂടി പോ പറയണം. അപ്പോൾ വർഷ പറയുന്ന, ഞാൻ ശ്രുതി ചേച്ചി ഞാനിപ്പോൾ വരെ ഒന്ന് റെഡി ആവട്ടെ പറയുമ്പോൾ, വേണ്ട ഞാൻ പൊക്കോളാന്നിങ്ങനെ പറയുമ്പോൾ വർഷം സമ്മതിക്കുന്നില്ല, ഞാനും വരും, ഒന്ന് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയുടെ കള്ളത്തരം പൊളിക്കാനുള്ള പദ്ധതിയാണ്. ഈ വർഷം അത് അറിഞ്ഞിട്ടാണ് അറിയാതെയാണോ എന്നറിയില്ല, ഞാനും വരാൻ പറഞ്ഞിട്ട് വർഷം വേഗം റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരികയാണ്. അപ്പോൾ രേവതി പറയണ്ട, ശ്രുതി പോവാണ്. അപ്പോൾ ശ്രുതിയുടെ നാട്ടുകാരെ കണ്ടിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കണില്ലേ, അപ്പോൾ പോയിട്ട് വരാലോ രേവതി ചേച്ചി, ഞങ്ങൾ പോയിട്ട് വരാം, സുചി ചേച്ചിക്ക് അത്രയും വയ്യ തോന്നണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർഷ ശ്രുതിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയും വർഷയും കൂടിയിട്ട് പോവാണ്. അപ്പോൾ ചന്ദ്രമതി പറയും, പാവം തീരെ വയ്യ തോന്നുന്നു പറയുമ്പോൾ, അപ്പോൾ മറ്റൊരു പറയുന്നുണ്ട്, മലേഷ്യയിൽ നിന്ന് വന്നവർ പറഞ്ഞിട്ട്, ശരിയാ പാവം വയ്യ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയും, ശരി ഇനിയിപ്പോൾ പരിചയപ്പെടാൻ വിചാരിച്ചിട്ട് നടന്നില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വിശക്കുണ്ടാവും എന്ന് പറയണം. അപ്പോൾ ശരി പറഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നീറ്റ് പോവാണ്. ഈ സമയത്ത് ശ്രുതിയും വർഷയും കൂടി ഡോക്ടറെ കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ വിചാരിക്കേണ്ട, വർഷേനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, വർഷ നീ പൊക്കോ, കുറച്ച് നേരം ആവും, നിനക്ക് ഡബ്ബിംഗ് ഒക്കെ ഉള്ളതല്ലേ, ഇനി ഞാൻ കാരണം നേരം വൈകണ്ട, നീ പൊക്കോ, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വന്നോളാം എന്നൊക്കെ പറയണേ. വേണ്ട ശ്രുതി ചേച്ചി, പല്ലുവേദന അങ്ങനെ വെറുതെ കളയാൻ പറ്റില്ല, നിസ്സാരമായിട്ട് കാണണ്ടല്ല, നമ്മുടെ എല്ലാ നെർവുകളായിട്ട് പല്ലിന് നല്ല ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാനും വരാം, കാണിച്ചിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും, സാരില്ല വർഷ നീ പൊക്ക പറയുമ്പോൾ, എനിക്കിന്ന് ഡബ്ബിംഗ് ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്, സോയി ചേച്ചി പേടിക്കണ്ട, സോയി ചേച്ചിനെ കാണിച്ചിട്ടാണ് ഞാൻ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ പോകാൻ കൂട്ടാക്കില്ലേ. അപ്പോഴേക്കും ഡോക്ടർ വിളിക്കുകയാണ് അകത്തേക്ക്. അപ്പം അങ്ങനെ ശ്രുതിയും വർഷയും കൂടി അകത്തേക്ക് പോണ സമയത്ത് എന്താ ചോദിക്കുമ്പോൾ പല്ലുവേദനയെ ഡോക്ടർ പറയും. അപ്പം എന്നാൽ വായ നോക്കട്ടെ എന്ന് പറയുമ്പോൾ പറയും, എനിക്കല്ല ഡോക്ടർ, ശ്രുതി ചേച്ചിക്ക് പറഞ്ഞിട്ട്. അപ്പം എന്നാൽ വരും, ഇവിടെ വന്ന് കിടക്കും നോക്കട്ടെ പറയുമ്പോൾ ശ്രുതി വരുന്നില്ല, വല്ല നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ അവിടെ പിടിച്ച് കിടത്തിയിട്ട് നോക്കിയിട്ട് ഡോക്ടർ പറയണ, അണക്കിലൊരു പല്ല് കേടുണ്ട് കേട്ടോ, ഇതെടുത്ത് കളയണം എന്ന് പറയുമ്പോൾ ശ്രുതിയെ പല്ലോ കേടോ, അതെ ഒരു പല്ല് കേടുണ്ട്, ഈ പല്ല് കേട് വന്നത് അടുത്ത പല്ലിലേക്കൂടി സ്പ്രെഡായ മൊത്തം കേടാവും, അപ്പം മൊത്തം എടുത്ത് കളയേണ്ട, ഇത് ഇപ്പം തന്നെ എടുക്കാമെന്ന് പറയണം. അപ്പോൾ വർഷം പറയാം, ശരി ഡോക്ടർ എടുത്ത് കളയാം, അതാ നല്ലത്, ചേച്ചി ഇപ്പം എങ്ങനെയുണ്ട്, ഡോക്ടറെ കാണാൻ വന്ന് നന്നായില്ലേ ചോദിക്കാണ്. അപ്പോൾ ഡോക്ടർ പറയും, എന്നാൽ അത് ഇപ്പം തന്നെ കൈയോടെ എടുത്ത് കളയാന്ന് പറയുമ്പോൾ, ഒരു ചെറിയ ഇഞ്ചക്ഷൻ എടുക്കുക, ഒരു ഉറുമ്പ് അടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂ, ഇപ്പം എടുത്ത് കളയാൻ പറഞ്ഞിട്ട് അങ്ങനെ
എന്ത് പറ്റുമെന്നറിയാം ശ്രുതിക്ക്. കള്ളത്തരം കാണിച്ച് പല്ലുവേദന എന്ന് കള്ളം പറഞ്ഞു വന്ന ശ്രുതിക്ക് സ്വന്തം പല്ല് നഷ്ടമാവുന്ന അവസ്ഥയാണ് വരുന്നത്. ഈ സമയത്ത് സച്ചി രേവതിയും കൂടിയിട്ട് അവർക്കുള്ള പപ്പടം കാച്ചാണ്, ഭക്ഷണം കൊടുക്കാനുള്ള പപ്പടം കാച്ചപ്പോൾ സച്ചി ചോദിക്കേണ്ട രേവതിയോട്, രേവതി നിനക്ക് തോന്നിയോ ശ്രുതിയുടെ കള്ളത്തരാന്ന്? എനിക്ക് മനസ്സിലായി സച്ചിയേട്ടാ ശ്രുതി കള്ളത്തരം കാണിച്ചതാന്ന്, എനിക്ക് അപ്പോഴേ മനസ്സിലായി. ഇനിയിപ്പോൾ വർഷയെ കൂടെ പോയി കഴിഞ്ഞ് വർഷേനെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ശ്രുതി ഒഴിവാക്കുമോ രേവതി ചോദിക്കാണ്. ചിലപ്പോൾ വർഷ സത്യം മനസ്സിലായിട്ടാണ് കൂടെ പോയിട്ടുള്ളത് അല്ലെങ്കിലോ ചോദിക്കാണ് രേവതി. അവളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അവൾ കള്ളത്തരം കണ്ടുപിടിക്കാനാണ് സാധ്യത. എന്തായാലും നോക്കാം, പോയിട്ട് വരുമ്പോൾ അറിയാലോ എന്നൊക്കെ പറയണം. എന്തായാലും ശ്രുതിയുടെ ഈ കള്ളത്തരം അധികം നാൾ നിൽക്കില്ല. അവൾക്ക് മലേഷ്യയിൽ അവൾക്ക് ഒരു ബന്ധുവില്ല, അവളുടെ അച്ഛനും ഇല്ല, ആരും ഇല്ല മലേഷ്യയിൽ. അവൾ ഈ നാട്ടിലെവിടെ ജീവിക്കണ പെണ്ണാന്ന് ഇപ്പോൾ ഉറപ്പായി രേവതി എന്നൊക്കെ പറയാണ് സച്ചി രേവതിയും കൂടിയിട്ട് കേട്ടോ. അങ്ങനെ പല്ലെടുത്തു, ഡോക്ടർ പല്ലെടുത്ത് കഴിഞ്ഞ് വന്ന ശ്രുതി വേദനയോടുകൂടി അവിടെ ഇരിക്കുകയാണ്. ഈശ്വര, ഒരു കുഴപ്പമില്ലാത്ത എൻ്റെ പല്ല് ബിസിനസ്സുകാരനായ ഡോക്ടർ എടുത്തല്ല ദൈവമേ, നുണ പറഞ്ഞ എനിക്കിപ്പോൾ സത്യത്തിൽ എൻ്റെ പല്ല് പോണ്ടി വന്നൂല്ല ദൈവമേ എന്ന് പറഞ്ഞിട്ട് പല്ല് വേദന കടിച്ചമർത്തിരിക്കുകയാണ്. അപ്പോൾ വർഷ പറയണ വേദന ഉണ്ടല്ലേ ശ്രുതി ചേച്ചി, സാരമില്ല കേട്ടോ പറയുമ്പോഴേക്കും ഒരു നേഴ്സ് വന്നിട്ട് പറയും ഒരു ഐസ്ക്രീം കൊടുത്തിട്ട് ഈ ഐസ്ക്രീം കഴിക്കാൻ പറ്റും. വർഷ പറയണം ഇതെനിക്ക് തന്നോളൂ, ശ്രുതി ചേച്ചിക്ക് വേറെ ഒരെണ്ണം കൂടി കൊണ്ടുവരും പറയണം. അപ്പോൾ അത് പറ്റില്ല, ഇത് പല്ലെടുത്ത പേഷ്യൻറ്റിനെ പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ ഇവിടെ നിന്നുള്ള അത്രയും ബില്ലിന് ഒരു ഐസ്ക്രീമും തന്നാൽ മുതലല്ലേ, നിങ്ങൾ പോയിട്ട് വേഗം ഒരെണ്ണം കൂടി കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർഷ ഐസ്ക്രീം മേടിക്കണം. അപ്പോൾ നേഴ്സ് ശരി പറഞ്ഞിട്ട് വേറൊരു ഐസ്ക്രീമും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോകണം. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുമ്പോൾ വർഷ പറയണം നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചി ഈ ഐസ്ക്രീം, ചേച്ചിക്കുള്ളത് ഇപ്പോൾ വരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങനെ ഐസ്ക്രീം ഇരുന്ന് കഴിക്കാൻ കേട്ടോ. ശ്രുതി ആകെപ്പെട്ട്, ശ്രുതി കള്ളത്തരം കാണിച്ചിട്ട് ഇപ്പം എന്തായി, ശ്രുതിയുടെ ഒരു പല്ല് പോയ അവസ്ഥയാണ് ഉണ്ടായത്. കള്ളത്തരം കാണിച്ച് ശ്രുതിക്ക് ശരിക്കും പല്ല് നഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ പല്ലെടുത്ത് കഴിഞ്ഞ് പിന്നെ ചന്ദ്രോദയത്തിൽ അവർ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങാൻ നിൽക്കണം. അപ്പം എല്ലാവരോടും നന്ദിയൊക്കെ പറയുകയാണ് അവർ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നാടൻ സദ്യ ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെ ഒരു സദ്യ ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. എന്തായാലും ചന്ദ്രമതിയുടെ പാചകം ഗംഭീരമായിട്ട് പറയുമ്പോൾ ചന്ദ്രമതി സന്തോഷത്തോടു കൂടി പറഞ്ഞ് തലയാട്ടാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണം ചന്ദ്രമതി ഒന്നല്ല അത് ഉണ്ടാക്കിയത്, മുഴുവൻ എൻ്റെ രേവതി മോൾ ഉണ്ടാക്കിയതാണ്, ചന്ദ്രമതിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല, അവൾ ഉണ്ടാക്കിയ ശരിയാവില്ല, അതിൻ്റെയൊക്കെ സൂത്രധാര രേവതിയാണ് പറയുമ്പോൾ ശ്രീകാന്ത് പറയണം ഞാനൊരു ഷെഫാണ്, പക്ഷേ രേവതിയെടുത്തി ഭക്ഷണം ഉണ്ടാക്കേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് പോലും കഴിക്കാതെ വന്നതാണെന്ന് പറയണം. അങ്ങനെ എല്ലാ ഫുഡും അടിപൊളിയായിട്ട് പറഞ്ഞ രേവതിക്കും ചന്ദ്രമതിക്കൊക്കെ നന്ദി പറഞ്ഞു അവർ. എന്നിട്ട് പറയണം ഞങ്ങൾ ഈ കുറേ കാലമായി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിട്ട് ഞങ്ങളുടെ മക്കളെ വെഡിങ് ആനിവേഴ്സറിക്ക് വരും, ബർത്ത്ഡേക്ക് വരും എന്നൊക്കെ പറയുന്നല്ലാണ്ട് അവർ വരാറില്ല. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷം, അതിനൊക്കെ നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങളെ മറക്കില്ല ഞങ്ങൾ പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഇനി നിങ്ങൾ എപ്പം മലേഷ്യൻ നാട്ടിൽ വന്നാലും നിങ്ങൾക്ക് ഇവിടേക്ക് ധൈര്യമായിട്ട് കയറി വരാം, വീടറിയാലോ, ധൈര്യമായിട്ട് കയറി വരാട്ടോ, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് പറയണം. അപ്പോൾ അവർ പറയണത് തീർച്ചയായും ഞങ്ങളൊരു ദിവസം വരും, നിങ്ങളെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞിട്ട് അവർ യാത്രയൊക്കെ പറഞ്ഞ് സച്ചിയോട് ചോദിക്കും, സച്ചി നമുക്കൊന്ന് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ സച്ചി അവരെ കൊണ്ടുപോയാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ രേവതിയോടും രവീന്ദ്രനോടും ചന്ദ്രമതിയോടും ശ്രീകാന്തിനോടും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കാണിച്ച് അങ്ങനെ അവർ വണ്ടിയിൽ കയറി പോവാണ്. അവർ പോയി കഴിയുമ്പോൾ രവീന്ദ്രൻ പറയണ രേവതിയോട് കണ്ടില്ലേ മോളെ സച്ചിയെ പറ്റി അവർ പറഞ്ഞത്, എൻ്റെ മോനെ പറ്റി എന്തൊരു നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, പറയുന്നത് കേട്ടില്ലേ അവൻ്റെ പെരുമാറ്റത്തിനെ പറ്റി, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയണ ശരിയാണ് അച്ഛാ എന്ന് പറയണം. അപ്പോൾ ശ്രീകാന്ത് എന്നാലും പെട്ടെന്ന് എന്തപ്പോൾ ശ്രുതി ചേച്ചിക്ക് പല്ലുവേദന വരാൻ, ശ്രുതിയെടുത്തേക്ക് അത് പതിവില്ലല്ലോ എന്നൊക്കെ പറയാണ്. രാവിലെ ഒന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, നാളികേരൊക്കെ വന്നെടുത്ത് തിന്നു പോയതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും എന്താണാവോ വരാൻ, പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് വരട്ടെ അപ്പം അറിയാലോ പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് പോവാണ്. അപ്പോൾ അതൊക്കെ പോയി കഴിയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നാളേക്ക് എന്നാലും എന്തപ്പോൾ പെട്ടെന്ന് പല്ലുവേദന വരാൻ, രാവിലെ അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെന്താ ഇപ്പോൾ പെട്ടെന്ന് പല്ലുവേദന വരാമെന്ന് ചന്ദ്രമതി ഇങ്ങനെ നിന്നിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കള്ളത്തരം കാണിച്ച ശ്രുതിക്ക് ശരിക്കും ശ്രുതിയുടെ പല്ല് നഷ്ടമായി. ഇനിയിപ്പോൾ വർഷ അവളുടെ കള്ളത്തരാണെന്ന് അറിഞ്ഞിട്ട് അവളെ കൊണ്ട് പോയിട്ട് പല്ല് പറപ്പിച്ചതാണോ ഏതാണോ നമുക്കറിയില്ല, അത് കാണിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ ഇന്നത്തെ ഒരു വളരെ രസകരമായൊരു എപ്പിസോഡ് കൂടിയാണ് ഇന്നത്തെ ചെമ്പന്നിരിപ്പ് കടന്നു പോയത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഇതുവരെ എൻ്റെ കഥ കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എൻ്റെ കഥ കേട്ട് എൻ്റെ ചാനലൊന്ന് കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നാളത്തെ കഥയുമായിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്